ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം പാസ്. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കണം. മാഷാ അല്ലാ, ഇവിടെയും കുഴപ്പമൊന്നുമില്ല, നമ്മളും സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെ ദിവസങ്ങളും മാസങ്ങളൊക്കെ കടന്നു പോയി. നമ്മൾ കുഞ്ഞു ചെക്കനിക്ക് ഇപ്പോൾ 1 വയസ്സായിട്ടാ, മാഷാ അല്ലാ. അപ്പോൾ ബർത്ത്ഡേൻ്റെ അന്ന് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇത്. നമ്മൾ റമളാൻ്റെ മുന്നേ കഴിഞ്ഞ് പോയ പരിപാടിയാണ് കേട്ടോ. പിന്നെ നോമ്പായി. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ വ്ളോഗായിട്ട് ഇടുമ്പോൾ ആർക്കും കാണാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മോൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട്, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബർത്ത്ഡേ പാർട്ടി അതേപോലെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നേ വലിയൊരു ഷോപ്പിംഗ് അത്യാവശ്യമാണല്ലോ. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേൻ്റെ പരിപാടി ആയതുകൊണ്ടും ഇക്ക നാട്ടിലുള്ളതുകൊണ്ടും കുറച്ച് നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ ഒന്ന് പരിപാടിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര തലവേദന പിടിച്ച ഇടപാടാണല്ലോ. അപ്പോൾ അത് ആ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. 1-2 കടയിലൊന്നും കയറിയിട്ട് നമുക്ക് ഡ്രസ്സൊന്നും സെറ്റായിട്ടില്ല. ഒരു 10-12 കടയിൽ കയറി ഇറങ്ങിയിരിക്കണം കേട്ടോ. 2-3 എന്താ പറയുക സ്ഥലങ്ങളിലായിട്ട് പോയിട്ടാണ് നമുക്ക് എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ സെറ്റായത്. അതിൻ്റെ മെയിനായിട്ടുള്ള റീസണ് നമ്മൾ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇക്കയും ഞാനും കുട്ടികളും കൂടെ ഒരേ തീമിലുള്ള ഡ്രസ്സ് ഇടാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കളർ അങ്ങോട്ട് എല്ലാവർക്കും സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ കടയിൽ കയറി ഇറങ്ങിയിട്ടാണ് നമുക്ക് എല്ലാതും അങ്ങോട്ട് ഒത്തു കിട്ടിയിരിക്കണത്. ഇക്ക കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആശ്വാസത്തിൽ തന്നെയായിരുന്നു നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസുകൾ കാണുമ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയും നമ്മളെ ഷോപ്പിങ്ങൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മോൻ്റെ ബർത്ത്ഡേ കറക്റ്റ് ഡേറ്റിനൊന്നുമല്ല കേട്ടോ നമ്മൾ ഇവിടെ പാർട്ടിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇക്ക പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണതിൻ്റെ മുന്നേ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അവിടുന്ന് പിന്നെയും കുറേ ഡേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ മോൻ്റെ ബർത്ത്ഡേ ആവാനും വേണ്ടിയിട്ട്. പിന്നെ ആൾ പോയി കഴിഞ്ഞാൽ ഇക്ക പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ വലിയ രസമൊന്നുമില്ലല്ലോ. പിന്നെ റമളാൻ വരികയാണ്, അപ്പോഴും നമുക്കിത് നല്ലപോലെ പാർട്ടിയായിട്ട് നടത്താനൊന്നും കഴിയില്ല. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ദിവസം മുന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ ഏകദേശം സെറ്റാവും. അപ്പോൾ പിന്നെ ഗിഫ്റ്റ് കൊടുക്കണം മോനിക്ക് എന്ന് പറഞ്ഞിട്ട് റിയമോളും മോനും ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അത് തപ്പിയിട്ട് കുറേ പിന്നെയും നടന്നു. അങ്ങനെ നമുക്ക് കുറേ ദിവസം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. ഇക്ക പോണതിൻ്റെ മുന്നേ വേഗം അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് എല്ലാവർക്കും ഒഴിവുള്ളൊരു ദിവസം പെട്ടെന്ന് കിട്ടിയപ്പോൾ അങ്ങനെ വേഗമായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ടൈമിൻ്റെ ഒരു പ്രശ്നമില്ലായിരുന്നു. കിട്ടിയ സമയം കൊണ്ട് മാക്സിമം ഷോപ്പിംഗ് അങ്ങനെ അങ്ങോട്ട് തീർത്തതായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലാതും വാങ്ങി വീട്ടിലെത്തിയിട്ടാ. ഇനി നമുക്ക് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരുങ്ങണമല്ലോ. അപ്പോൾ ഇതിപ്പോൾ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് കേട്ടോ. വൈകുന്നേരം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നത്. ചായ ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള നഗറ്റ്സ് ഫ്രഞ്ച് ഫ്രൈസ് സംഭവങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ കൂടെ ചായനേക്കാളും സെറ്റായിട്ട് പോയാൽ ജ്യൂസാണെന്ന് തോന്നിയപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഒന്ന് ജ്യൂസ് അടിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളെ ദിവസമായിട്ടാണ് ബർത്ത്ഡേൻ്റെ. അപ്പോൾ അന്നത്തെ വീഡിയോ ആണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. എത്ര നമ്മൾ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാലും ആ ഒരു ഡേറ്റ് എത്തുമ്പോൾ ഭയങ്കര ഒരു വെപ്രാളം പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവുമല്ലോ. മുന്നേ വിചാരിക്കും ഈ ഒരു ടെൻഷനും ഓടി നടക്കലൊക്കെ ഒഴിവാക്കാൻ എല്ലാതും ഒന്ന് സെറ്റാക്കി വെക്കണം. എങ്ങനെയൊക്കെ സെറ്റാക്കിയാലും അന്നത്തെ ദിവസം ശരിക്കും നല്ലൊരു തിരക്ക് പിടിച്ചിട്ടാവുമല്ലോ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മോൻ്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് തന്നെ രാവിലെ ഒന്ന് മൗലൂദ് ഓതിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദ് വരുമ്പോഴേക്കും നമ്മളിതാ ചായയും കടിയൊക്കെ റെഡിയാക്കിയിരിക്കണം കേട്ടോ. പഴംപൊരി വീട്ടിലുണ്ടാക്കി, പിന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, അത് ഒരു അമ്മായി കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ ചായക്കുടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ചായക്കുടിയും ബഹളമൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. ചായ കുടി കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് മോനൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഒരുക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഇട്ടാ മോനിക്ക്. അങ്ങനെ മൗലൂദൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൗലൂദിൻ്റെ ഒക്കെ ഒരു സമയമായപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയും അനിയത്തിയും അവർ വന്നിട്ടുണ്ട്. പിന്നെ ഇക്കാൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും അതുകൊണ്ട് കേട്ടോ. കസിൻസൊക്കെ ആയിട്ട് കുറച്ച് അധികം ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇപ്പോൾ ഇതാ ഫുഡൊക്കെ ഒരുക്കുന്നത്. നമ്മൾ മെയിനായിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്തതാണ്. ബാക്കിയുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്യുക, ഫ്രൂട്ട് സലാഡ്, പായസം, അങ്ങനെയുള്ള സംഭവമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നപ്പോൾ അതങ്ങോട്ട് ഉഷാറായി, മാഷാ അല്ലാ. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കണേക്കാൾ രസം എല്ലാവരും കൂടി കൂടുമ്പോൾ ആ ഒരു സന്തോഷം, തമാശ പറയൽ, കളി, ചിരി, ഇതൊക്കെയാണല്ലോ. അതിൻ്റെ ഇടയിൽ ചെറിയ പണികളും എല്ലാം കൂടി ആകുമ്പോൾ നല്ല രസമാണ്. വലിയ പണികളൊന്നും ഉണ്ടാകുമ്പോൾ അത്ര രസം തോന്നില്ല. അതുകൊണ്ടാണ് മെയിനായിട്ടുള്ള ഫുഡ് കുട്ടൻ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. അങ്ങനെ എല്ലാവരും ചേർന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഇതാ കേക്ക് കട്ടിങ് പരിപാടിയാണ്. ഇതില്ലാതെ എന്ത് ബർത്ത്ഡേ അല്ലേ, അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്.
അപ്പോൾ ബർത്ത്ഡേ കേക്കൊക്കെ സെറ്റാക്കി മോനെ കൊണ്ട് മുറിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഈ ആൾ ശരിക്കും അങ്ങോട്ട് എന്താ പറയുക, നമ്മൾ പറയും പോലെ അനുസരിക്കുന്ന ഒരു പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾക്ക് ആസ്വദിക്കാനാണ്, കാരണം ബർത്ത്ഡേക്കാരൻക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് മക്കൾക്ക് അങ്ങോട്ട് വീതിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയൊരു പണിയാണല്ലോ. അപ്പോൾ അത് ചെയ്യണം. വലിയ കേക്കായിരുന്നു, എല്ലാവർക്കും ഒരേപോലെ കിട്ടണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഓർഡർ ചെയ്തത് തന്നെയായിരുന്നു കേട്ടോ. ആൾ കൂടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യണമല്ലോ. അങ്ങനെ പരാതിയും പരിഭവങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും അതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വന്നവരൊക്കെ മോൻക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവർ അതൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരും കൊടുക്കുമ്പോൾ റിയമോളും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഈ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് പാക്ക് ചെയ്ത് പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്കൊരാഗ്രഹം മോൻക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ അത് ചെയ്തത് നന്നായി, കാരണം ഇവരൊക്കെ കൊടുക്കുമ്പോൾ അവൾക്കും ഇങ്ങനെ നോക്കി നിൽക്കാതെ അവൾക്കും കൊടുക്കാമല്ലോ. ഞാൻ ഇവരെല്ലാവരും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടുക, ഫുഡ് കഴിക്കുക, കുറേ കളിയും ചിരിയൊക്കെ പറയുക, അതൊക്കെയായിരുന്നു ഒരു പ്ലാൻ ഇട്ടാ. മക്കൾ ഉണ്ടായ സന്തോഷം അതിന് മറ്റുള്ളവർക്കൊരു ഫുഡ് കൊടുക്കുക, അത്രേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് പഠിച്ചവനൊരു എന്താ പറയുക അനുഗ്രഹം തരുമ്പോൾ അതിൻ്റെ സന്തോഷം മറ്റുള്ളവർക്കും കൂടി എൻജോയ് ചെയ്യുന്ന രീതിയിലാക്കുക, അങ്ങനെയുള്ളൊരു മനസ്സുകൊണ്ട് മാത്രം ചെയ്തൊരു പരിപാടിയാണ്. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് പഠിച്ചവന് നന്ദി പറയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ മറ്റുള്ളവർക്ക് ഫുഡ് കൊടുക്കുക, എല്ലാവരും കൂടി ഒത്തുകൂടുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഒക്കെ നാട്ടിലുണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ സെറ്റാക്കാൻ നല്ലൊരു സന്തോഷമാണ്. പക്ഷേങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. പഠിച്ചവനെ ഇതൊക്കെ എന്താവും, നമ്മൾ വിചാരിച്ച പോലെ ആയി കിട്ടുമോ, കറക്റ്റ് ടൈമിന് ഫുഡ് സെറ്റാക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു എന്താവും, എല്ലാവരും ക്ഷണിക്കണമൊക്കെ ഉണ്ട്, ആ ഒരു ടൈമിന് എല്ലാതും നടക്കുമെന്ന്. കാരണം മോനെയും കൊണ്ടാണല്ലോ എല്ലാതും ചെയ്യണത്, അവൻ്റെ ഒരു പ്രായം അതാണ്. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവണല്ലേ, വീട്ടിലെ ഫംഗ്ഷനും കാര്യമൊന്നും അവനക്കറിയില്ലല്ലോ. അപ്പോൾ മോൻ്റെ കാര്യങ്ങളും നല്ല രീതിയിൽ പോകണം, വീട്ടിലുള്ള മറ്റുള്ള പണികളും ചെയ്യണം. അപ്പോൾ എല്ലാവരും വരുമ്പോഴേക്കും എല്ലാതും ആയി കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് അൽഹംദുലില്ലാ അതങ്ങോട്ട് ഭംഗിയാക്കിയെന്ന് പറയാം. ഇക്കാക്ക് അമ്മായികൾ അവരെ മക്കളൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും നല്ല സഹകരണത്തോടെ പോണവരായതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് വീട്ടിലെപ്പോഴും ഒരു ചെറിയ പരിപാടിയാണെങ്കിലും എനിക്ക് ടെൻഷനാണ്. ആ ടൈമിന് ആവാം, വല്ലതും റെഡി ആവുമോ, കറക്റ്റിന് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടക്കുമോ, എല്ലാവർക്കും ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ അല്ലേ. പക്ഷേ എന്തായാലും എല്ലാതും അൽഹംദുലില്ലാ നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് അതിനേക്കാളും ഉഷാറായിട്ട് തന്നെ പരിപാടിയൊക്കെ നല്ല രീതിയിൽ റാഹത്തായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അൽഹംദുലില്ലാ. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം, എടുത്ത് വെക്കണം. അതേപോലെ തന്നെ നമ്മൾ വീട് മൊത്തം ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അത്രയും അലമ്പായിട്ട് കിടക്കുകയാണ്. ഈ കിച്ചൻ്റെ ഭാഗത്തേക്കൊന്നും പോകാതിരിക്കുക നല്ലത്, അത്രയും ഉണ്ട് കേട്ടോ. പിന്നെ അതും എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് മാത്രമായിട്ട് അങ്ങനെ വലിയ പണികളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം കുറച്ച് പണികൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വലിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി ചേർന്നിട്ട് കാരണം കസിനൊക്കെ കൂടെ നിന്നതുകൊണ്ട് അങ്ങനെ സെറ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. അങ്ങനെ വീടൊക്കെ ഏകദേശം ക്ലീനായി വന്ന സമയത്താണ് എനിക്കിങ്ങനെ തോന്നിയത്, നമ്മളെല്ലാവരും കൂടി ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് പോയാലോ എന്ന് കേട്ടോ. അപ്പോൾ എവിടെ പോകും, ദൂരമൊക്കെ ഒന്നും പോകാനുള്ള സമയമൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ തോന്നി നമ്മളിവിടെ അടുത്താണ് കേട്ടോ ഭാരതപ്പുഴേൻ്റെ അയൽവാസികളാണ് നമ്മൾ. അപ്പോൾ തോന്നി അവിടെ പുഴേൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി ഇങ്ങോട്ട് വന്നാലോ എന്നിട്ടാ. അങ്ങനെ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഇക്കാൻ്റെ കസിനുണ്ട്, അപ്പോൾ രണ്ടാളും കൂടി വണ്ടി എടുത്താൽ എല്ലാവരെയും കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഒറ്റ ട്രിപ്പ് കൊണ്ടൊന്നും പറ്റൂല കേട്ടോ, 2 ട്രിപ്പൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രയും ആളുകളുണ്ട് കേട്ടോ. തൊട്ടടുത്താണ്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു 10 മിനിറ്റൊന്നും ഇല്ല കേട്ടോ പുഴേൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എത്തി. നമ്മൾ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല വൈകിയിട്ടുണ്ട്, കാരണം വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരെയും ഒന്ന് അങ്ങോട്ട് മാറ്റി ഒരുക്കി വണ്ടിയിൽ കയറിയാണ്ടെത്തിയപ്പോഴേക്കും സമയം അത്യാവശ്യം ലേറ്റായിട്ടുണ്ട്. കുറച്ചും കൂടി നേരത്തൊക്കെ വരണമായിരുന്നു. ഞാൻ വിചാരിച്ചത് കുറച്ചൊക്കെ നേരത്തെ വരിക, നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡ് ഐറ്റംസുകൾ കുറേ ബാക്കി, ആ രാവിലത്തെ പഴംപൊരിയും കാര്യങ്ങളൊക്കെ കുറേ അധികം ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അവിടെ പോവാം. പിന്നെ മക്കളവിടെ കളിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറേ അവിടെ വർത്താനം പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഫുഡും ചിലവായിക്കോളും, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലാണ് പോയിട്ടുണ്ടിരുന്നത്. പക്ഷേങ്കിൽ നമ്മൾ പോയ സമയം ശരിയായില്ല. വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ നേരമായി. പിന്നെ കുട്ടികളൊക്കെ അല്ലേ, അവരൊക്കെ ഇങ്ങോട്ട് മാറ്റി ഒരുക്കി കിട്ടാനും കുറച്ച് ടൈമുണ്ടല്ലോ. അങ്ങനെ അവിടെ വിചാരിച്ച പോലെ ഒന്നും ആയില്ലെങ്കിലും കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കുട്ടികളൊക്കെ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് വെള്ളം കണ്ടാണ്ട് അവർ പോരുക. അങ്ങനെ പിന്നെ രാത്രിയായി തുടങ്ങിയപ്പോൾ പിന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. രാത്രി ഇരുട്ടായി വരുമ്പോൾ പിന്നെ പുഴേൻ്റെ അവിടെ വലിയ ഭംഗിയൊന്നും ഇല്ലല്ലോ. വൈകുന്നേരം ആണെങ്കിൽ നല്ല രസമാണ് സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ അത്ര നേരം വൈകിട്ട് പോവരുതായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എല്ലാവരും കൂടി ചേർന്നിട്ടൊന്ന് ചില്ലായിട്ട് പോരാനൊക്കെ പറ്റി. പുഴേൻ്റെ അവിടെ നല്ല ഭംഗിയാണ് കേട്ടോ. വൈകുന്നേരം പോയിട്ടുണ്ടെങ്കിൽ ആ സൂര്യൻ്റെ ആ ഒരു അസ്തമയം കാണാൻ നല്ല
രസമാണല്ലോ. അതിക്കിടക്ക് തോന്നും കടലിൻ്റെ അവിടെ പോണേക്കാൾ ഭംഗിയാണ് പുഴൻ്റെ തീരത്ത് കാണുമ്പോൾ എന്ന്. അതിൻ്റെ ആ ചുവപ്പ് കളറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ എങ്കിൽ ടൈം ലേറ്റ് ആയതുകൊണ്ട് അതൊന്നും പറ്റിയില്ല. ഞാൻ മുന്നൊക്കെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ല രസമാണ്. പിന്നെ അവിടെ പുഴൻ്റെ അവിടെ പച്ചക്കറി ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ എന്താ പറയുക, ആ മണലും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് അവിടെയൊക്കെ കാണാനിട്ടാ. ഇൻഷാ അല്ലാ പിന്നെ ഒരിക്കൽ പോയിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറേ ആൾക്കാർ വരും കേട്ടോ. നമ്മൾ മാത്രമൊന്നുമല്ല, കുറേ ആൾക്കാർ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. കുറേ ദൂര സ്ഥലത്തുനിന്ന് വരെ നമ്മളിവിടെ ഈ പുഴ കാണാനൊക്കെ വരുന്നവരുണ്ട് കേട്ടോ. നമുക്ക് തൊട്ടടുത്തായതുകൊണ്ട് വലിയ വിലയില്ല. പക്ഷേങ്കിൽ ദൂരം നിന്ന് ആളുകൾ വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ തോന്നുന്നത്. എന്തായാലും പിന്നെ അവിടെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടാ. ഇപ്പോൾ രാത്രിയായില്ലേ, അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ വീട്ടിലെത്തി മക്കളൊക്കെ ഒന്ന് കുളിച്ച് സെറ്റായിട്ടുണ്ട്. മോനെ കുളിപ്പിച്ചിട്ടില്ല കേട്ടാ. അപ്പോഴേക്കും ഇവിടെ വേറെ പരിപാടി തുടങ്ങിയിരിക്കണ്. ഉച്ചയ്ക്ക് നമുക്ക് പാർട്ടിയിൽ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. ഇളച്ചിയും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ നമ്മളെക്കാളും ഇൻട്രസ്റ്റ് ആവുമല്ലോ കുട്ടികൾക്ക്. വീട്ടിലേക്ക് എത്തിയ പാടന്നെ ഇതിങ്ങോട്ട് പൊട്ടിച്ച് വെക്കാനുള്ള ഇൻട്രസ്റ്റ് ചെയ്യുന്നു. പക്ഷേ എങ്കിൽ ഒന്ന് കുളിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. പുഴൻ്റെ അവിടെയൊക്കെ കളിച്ച് വന്നതല്ലേ. മോനെ ഒന്ന് കുളിപ്പിച്ച് ഉറക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ അത്രയും സമയം ഇവർ വെയിറ്റ് ചെയ്യൂല. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കൂടുതലും ഡ്രസ്സുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. ഇതൊക്കെ ഇവർ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ പഠിച്ചോനെ ഇതൊക്കെ ഇനി ഞാൻ വൃത്തിയാക്കണമല്ലോ എന്നാണ്. കാരണം അത്രയും അലമ്പാക്കിയിട്ടുണ്ട്. കുറേ കടലാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഗിഫ്റ്റ് ബോക്സ് ആകുമ്പോൾ. എന്നാലും സാരമില്ല, മക്കളെ സന്തോഷം കാണുമ്പോൾ അങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാ പുതിയ വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.